അമേരിക്കൻ സൈനികരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഇറാന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ. ഓരോ ആക്രമണങ്ങളെയും വളരെ കൃത്യമായി കൊണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. അമേരിക്ക ഇറാനിലുള്ള കമാൻഡ് സെന്ററുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ, ഇങ്ങനെ സെൻസിറ്റീവായ മിലിറ്ററി പൊസിഷനുകൾ ആക്രമിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഇറാൻ ആക്രമിക്കുന്നു. ഇന്ന് കുവൈത്തിൽ ആക്രമിച്ചത് ലോഞ്ചറുകൾക്കെതിരെയാണ്. അതായത് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ ഉപയോഗിച്ച ലോഞ്ചറുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുവൈത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. ആ കൃത്യമായി എവിടെയാണ് ലോഞ്ചർ ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇറാന് സാധിക്കുന്നു. ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളാണ് അമേരിക്കയെ അത്ഭുതപ്പെടുത്തുന്നത്, അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇറാൻ ആക്രമിക്കുന്ന ഓരോ സൈറ്റുകളും, ഇന്ന് സിറിയയുടെ തെനഫിൽ ആക്രമണം നടത്തി അമേരിക്കയുടെ എയർബേസിൽ. പക്ഷെ അവിടെ ആക്രമണം നടത്തുന്നത് കമാൻഡ് സെന്റർ, അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾക്ക് നേരെ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് റഡാറാണ്. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. ഖത്തറിൽ ഇന്ന് ആക്രമണം നടത്തിയത് ഇതുപോലെ തന്നെയാണ്. റഡാറിനെ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർദാനിൽ ആക്രമിക്കുമ്പോൾ കൃത്യമായ ടാർഗറ്റുകളെയാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്നതാണ് അത്ഭുതപ്പെടുന്ന കാര്യം. കാരണം ഇത്രയും സെൻസിറ്റീവായ മേഖലകളെ, മാത്രമല്ല അമേരിക്കൻ സൈനികർ ഏതെല്ലാം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഏത് ഹോട്ടലിൽ താമസിക്കുന്നു, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇത്രമാത്രം കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ എങ്ങനെയാണ് ഇറാന് ലഭിക്കുന്നത്? അതായത് സാറ്റലൈറ്റുകളും അതുപോലെ റഡാർ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ഇറാന് സാധിക്കുന്നു. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ ഇത്രമാത്രം നൂതനമായ ഒരു രീതിയിലേക്ക് മാറിയതാണ് അമേരിക്കയ്ക്ക് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അമേരിക്കയുടെ F-35 യുദ്ധവിമാനം, ഈ യുദ്ധവിമാനം അപകട സൂചനയുള്ള മെസ്സേജുകൾ നൽകിയിട്ടുണ്ട്. അതായത് അതിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി. UAE മുകളിലാണ് ഈ സംഭവം നടന്നത്. അതിനെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള എമർജൻസി കോഡുകൾ അതിന്റെ കമാൻഡ് സെന്ററിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അത്തരം ഒരു സാഹചര്യം, ഒരു നിലവിളി F-35 നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ, മാത്രമല്ല സമാനമായ കാര്യങ്ങൾ യുദ്ധത്തിന്റെ ആദ്യ യുദ്ധങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം പ്രതിരോധ സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും ഇറാന് ശക്തമാകുന്നു എന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. തെനഫിൽ 3 പോയിന്റുകൾ ആക്രമിക്കുമ്പോൾ എല്ലാം സെൻസിറ്റീവാണ്. ഇർബിലിൽ ആക്രമണം നടത്തിയത് ഇതുപോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കാണ്. അതുപോലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആക്രമണം നടത്തിയത് സീറാമിനെതിരെയാണ്. ഇങ്ങനെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏത് പോയിന്റിലാണോ എങ്കിൽ ആ പോയിന്റിന് കൃത്യമായി ലക്ഷ്യം വെക്കാൻ കഴിയുന്നു. മാത്രമല്ല ചിലതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളാണ്. അതായത് ഒരു സമയത്ത് പ്രതിരോധ സംവിധാനങ്ങൾ ഒരു ഭാഗത്താണെങ്കിൽ അത് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങളുണ്ട്. അതുപോലും കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നു എന്നത് ഏറ്റവും വലിയ ഒരു തലവേദനയായി അമേരിക്കക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ കൃത്യമായി ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിച്ചാൽ സമാനമായ രീതിയിൽ ഞങ്ങളും ആക്രമിക്കും. അമേരിക്കയുടെ ബഹ്റൈനിലുള്ള ലോജിസ്റ്റിക്, അതായത് മിലിറ്ററി ലോജിസ്റ്റിക് വെയർ ഹൗസിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ആക്രമണം നടത്തുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഏത് ആക്രമണം നടത്തുമ്പോഴും ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇറാന്റേത് തകർക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സംവിധാനങ്ങൾ തന്നെയാണ് ഹൂത്തികൾക്കും അതുപോലെ ഹിസ്ബുള്ളക്കും ഒക്കെ ഇറാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് അവരുടെയൊക്കെ ആക്രമണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൂത്തികളുടെ ആക്രമണങ്ങൾ വളരെ കൃത്യമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ ഈ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ അത്രയും ഭദ്രമാണ് എന്ന് തന്നെയാണ്.